എത്ര കുഞ്ഞു വീടാണെന്നുണ്ടെങ്കിൽ ഈ വക പണികളില്ലാത്ത വീടുകളുണ്ടാവില്ല അല്ലേ? ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞത് എല്ലാം കേൾക്കാനും സഹിക്കാനും ഉള്ളൊരു കഴിവുള്ളൊരു അമ്മ തന്നെയാണ് അല്ലേ? നമ്മൾക്ക് എത്ര വയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എണീറ്റുകൊണ്ട് മക്കളും അതുപോലെ തന്നെ ഭർത്താക്കന്മാരും പോകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഒരുക്കി കൊടുക്കൂലേ? ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടേക്ക് കെയർ വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ എൻ്റെ നിസ്കാരവും ഒത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലെത്തി. അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. കറി പിന്നെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് മതിയെന്ന് വെച്ചു. പിന്നെ ചോറ് വെക്കണം. പിന്നെ ഷിബിലി മോൻക്കും ഫിനിമോൾക്കും സ്കൂളുണ്ട്, ഇക്കാക്ക് പണിയുണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ പിടിപ്പിച്ചു. അങ്ങനത്തെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഉപ്പേരിക്കുള്ളത് ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ഉള്ളിയും പച്ചമുളകും കൂടി പിന്നെ ചോപ്പർക്കാണ്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ക്രഷാക്കി എടുത്താണ്. അപ്പോഴേക്ക് ചട്ടി നല്ലോണം ചൂടായിരുന്നു. ഒരിത്തിരി വെളിച്ചെണ്ണയും കടുകും കൂടി കണ്ടിട്ട് പിന്നെ കടുകാട് പൊട്ടി തെറിച്ചതിന് ശേഷം ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഞാൻ അടുപ്പ് പിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അടുപ്പിൽ തന്നെ എല്ലാം ഉണ്ടാക്കാൻ നോക്കൂട്ടെ. പിന്നെ എന്താണെന്നറിയോ, ഓരോന്ന് നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് വെക്കണമല്ലേ, എന്നാലേ അടുപ്പിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കട്ടയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് അതൊന്ന് നല്ലോണം മൂടി വെച്ചു. പിന്നെ ഒരു ഓമക്കായ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ പിന്നെ അതും കൊണ്ടൊന്ന് അച്ചാറിട്ടൊക്കെയെന്ന് വെച്ചു. ഓമക്കായ അച്ചാർ കൂട്ടിയിട്ട് ഒരുപാടായിട്ടാണ്. അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. പക്ഷേ ഇത് അച്ചാറിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം തിന്നേണ്ടി വരില്ലേ, എല്ലാന്നുണ്ടെങ്കിൽ പൂപ്പ് വരുന്നത് കാണുമല്ലോ. അപ്പോൾ പെട്ടെന്ന് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഞാൻ ഓമക്കായ അച്ചാറൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കൂട്ടോ. നാരങ്ങ അച്ചാറൊക്കെ ഇടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 മാസം എങ്ങനെയായാലും ഇരുത്തൂട്ടോ. എന്നിട്ട് ഞാൻ നാരങ്ങ അച്ചാറൊക്കെ എടുക്കുള്ളൂ. എന്നാലേ നാരങ്ങ അച്ചാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ആ കയ്പ്പൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം അതൊക്കെ ഒന്നുണ്ട് അലിഞ്ഞതിന് ശേഷം നാരങ്ങ അച്ചാറാണെന്നുണ്ടെങ്കിൽ എടുക്കാറുള്ളൂ. ഇവിടെ എനിക്കാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഒന്നുകിൽ അച്ചാറ് വേണം, എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചമ്മന്തി വേണം. എന്തെങ്കിലും ഒന്നുണ്ടായിട്ട് ചോറ് തിന്നുമ്പോൾ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഇടാറുണ്ട്. പക്ഷേ ഇഞ്ചി ഉണ്ടായില്ല കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യപ്പെട്ടുണ്ടാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ല അല്ലേ. എങ്ങനെയെങ്കിലുമൊക്കെ ഇക്ക പോകുമ്പോൾ പറയാനും മറന്നിട്ടുണ്ടാവും. എനിക്ക് എപ്പോഴും ഉള്ള കേട്ടോ മറവി. അങ്ങനത്തെ ഉപ്പേരി പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം ആ ചട്ടി കഴുകിയിട്ട് വീണ്ടും വെച്ചു അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഒരു ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരിത്തിരി കടുക് അങ്ങോട്ടുണ്ട് ഇട്ട് കൊടുത്തു. അത് നല്ലോണം ഒന്നുകൊണ്ട് പൊട്ടിത്തെറിച്ചതിന് ശേഷം ഒരിത്തിരി കറിവേപ്പിലയും ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടുതൽ ഇട്ടെടുക്കണ്ടില്ല. കൂടുതൽ ഇതിൽ ചേരില്ല, ഓമക്കായ അച്ചാറല്ല, ഒരിത്തിരി പേരിനിട്ട് അതൊന്നും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ബ്രൗൺ കളറായി വന്നപ്പോഴേക്കും ഇത് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇത് ഓമക്കായ കട്ട് ചെയ്തതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ ഒരുപാടായിട്ട് ഓമക്കായ അച്ചാറൊക്കെ കൂട്ടിയിട്ട്, മറ്റേത് നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് ഓമക്കായൊക്കെ ഉണ്ടായിരുന്നു. ആ സാധനം ഒരിക്കൽ മരം പൊട്ടി വീണതായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം ഓമക്കായ എന്നുള്ള മരം നമ്മളിവിടെ പൊടിപ്പിച്ചിട്ടില്ല. ഇപ്പം ഏതായാലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ അതൊന്ന് ജസ്റ്റ് വെന്തതിന് ശേഷം ഇത് ഒരിത്തിരി കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടി വറുത്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനത്തെ നമ്മളെ ഓമക്കായ അച്ചാർ റെഡിയായി. പിന്നെ സുർക്ക ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സുർക്ക ഞാൻ എന്ത് അച്ചാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷമാണ് സുർക്ക ഞാൻ ഒഴിച്ച് കൊടുക്കാറ്. എന്നിട്ട് ഇത് ചോറിനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചത്. അത് ചെറിയ അടുപ്പിൽ വെച്ചതായിരുന്നു. അത് അങ്ങനെ വെക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് ചൂടാവുമല്ലോ. അങ്ങനത്തെ കഴുകി വെച്ചിരുന്നു കേട്ടോ അരി. എന്നിട്ട് അരി ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെയൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. ആ സ്പോട്ടിൽ തന്നെ നിങ്ങളൊരു ലൈക്ക് കൊടുക്കണം കേട്ടോ. ലൈക്ക് കൊടുക്കാനൊന്നും കൂടുതൽ പണിയൊന്നുമില്ലല്ലോ. ഏതായാലും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, ആ സ്പോട്ടിൽ ആ ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ലൈക്കായില്ലേ. അപ്പോൾ നിങ്ങൾ ലൈക്ക് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അങ്ങനത്തെ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഇതിനെ നല്ലോണം റെഡിയാക്കി എടുക്കാം കേട്ടോ. എനിക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചെറിയ പണികൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഞാനിവിടെ എപ്പോഴും ആദ്യം തന്നെ ഒന്ന് ചെയ്ത് തീർക്കും കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് തുടച്ചെടുക്കും. പിന്നെ അത് ചെറിയ ബാക്കിയുള്ള പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കത് ചോറ് റെഡി ആയിട്ടുണ്ട്. മീനും മുറിച്ചു കേട്ടോ. അപ്പോൾ മീൻ മസാല തേക്കാൻ ഒരിത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ സുർക്കയും ഉപ്പും ഇട്ട് കൊടുത്തുകൊണ്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ചെറിയ പണികളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നീടെന്നുണ്ടെങ്കിൽ ചോറിലേക്കുള്ള കറിയും ഉണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ഒപ്പിക്കാമെന്ന് വെച്ചു. നമ്മൾ പെണ്ണുങ്ങളല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ മതി.
നമ്മൾ വീട്ടിലാവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കാറ്. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് മാറ്റി പിടിക്കും അല്ലേ. അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ചാർ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഒരു ഇത്തിരി സുറുക്കി ഒഴിച്ച് കൊടുത്തുകൊണ്ട് അതൊന്ന് കുപ്പിക്കാക്കാന്ന് വെച്ചു. പിന്നെ ഞാൻ മറക്കൂട്ട, പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ആൾക്കാർ ഓർമ്മ വരിക. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാനൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടെടുത്ത് നല്ലോണം ഇളക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അച്ചാർ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുപ്പിയിലേക്ക് ആക്കി വെക്കുകയാണ്. ഇത് കൂടുതൽ ദിവസത്തിനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഈ അച്ചാർ കഴിയും. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇന്ന് അടിക്കലും തുടക്കലൊന്നും നമ്മളെ വീഡിയോസിലില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നതിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു രസമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആക്കിയതാട്ടോ നമ്മുടെ വ്ളോഗ്. പിന്നെ മീൻ പൊരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കാമെന്ന് വെച്ച് അത് ചോറ് തിന്നുമ്പോഴേക്കൊക്കെ ആയാൽ പോരെ. ഇപ്പോൾ പിന്നെ മഴയും കൂടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് ചൂടാറി പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യും കേട്ടോ. ചില സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ചോറ് കഴിക്കുന്ന ടൈമിലായിരിക്കട്ടെ എനിക്ക് ഓർമ്മ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.